കേരളമെന്ന ഈ മനോഹര ഭൂമികയുടെ ചരിത്ര സാംസ്കാരിക പൈതൃകങ്ങളോട് അഭേദ്യമായി ഇഴതുന്നിച്ചേർക്കപ്പെട്ടവയാണ് നദികൾ. നദികളുടെ നാടെന്ന മനോഹരമായ വിളിപ്പേര് കൂടി നമുക്ക് സമ്മാനിച്ചവ. പക്ഷെ ഇന്നിപ്പോൾ ഭൂരിഭാഗം നദികളും വൃദ്ധിക്ഷയത്തിൻ്റെ പെരുവഴിയിലാണ്. കാലം തെറ്റിയും തെറ്റാതെയും എത്തുന്ന പ്രവചനാതീതമായ മഴക്കാലങ്ങളിൽ തീരശോഷണത്തിൻ്റെ ഫലമായുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ പത്രത്താളിലെ ഒരു പതിവ് വാർത്തയായി മാത്രം മാറുന്നു. അപ്രത്യക്ഷമാകുന്നത് തീരങ്ങളല്ല, അവയെ കാത്തുസൂക്ഷിച്ചിരുന്ന പ്രകൃതിദത്തമായ സംരക്ഷണ കവചങ്ങളാണ്. തീരങ്ങളെ സംരക്ഷിക്കുക വഴി നദികളുടെ തനതായ രൂപഘടന നിലനിർത്താൻ താങ്ങായിരുന്നവ. ഞങ്ങളൊക്കെ സംബന്ധിച്ചുള്ള സങ്കടം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ പുഴയിൽ പോകുന്ന നിറഞ്ഞൊഴുകുന്ന പുഴകളായിരുന്നു. മനോഹരമായ പുഴയായിരുന്നു. മരങ്ങളാണ് ഭൂമിയിലെ സംരക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വയലിലുള്ള ഇത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. ഭൂമികൾ വാങ്ങാൻ പറ്റില്ല, അത്രയും സാമ്പത്തികമായിട്ടൊന്നുമില്ല. അപ്പോൾ വെച്ചാൽ ഞങ്ങൾക്ക് ഇത് പോയത് വളരെ വിഷമമാണ് മനസ്സിൽ. നദീതടങ്ങളിലുള്ള പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വൃക്ഷലതാദികളുടെ ഒരു കവചമാണ് മണ്ണൊലിപ്പിനെയും അതുവഴിയുണ്ടാവുന്ന തീരശോഷണത്തെയും ചെറുക്കുന്നത്. വർഷകാലത്തുണ്ടാവുന്ന അനിയന്ത്രിതമായ വെള്ളപ്പാച്ചിലിനെ നിയന്ത്രിച്ചു മനുഷ്യനുൾപ്പെടെയുള്ള സകല ജന്തുജീവജാലങ്ങളുടെയും തനതാവാസ വ്യവസ്ഥയെ നിലനിർത്തിപ്പോരുന്നത് ഒരർത്ഥത്തിൽ പാരിസ്ഥിതിക സന്തുലനത്തിലൂടെ നദിയുടെ തന്നെ രൂപഘടന നിലനിർത്താൻ സഹായിക്കുന്നവ. പ്രകൃതിദത്തമായ ഈ സംരക്ഷണ കവചങ്ങൾ എപ്പോൾ അപ്രത്യക്ഷമാവുന്നുവോ അത് തീരശോഷണത്തിന് വഴിയൊരുക്കുന്നു. വർഷകാലത്ത് അതിൻ്റെ പ്രത്യാഘാതം അചിന്തിതവും അവർണ്ണനീയവുമായിരിക്കും. പണ്ട് കാലത്ത് പുഴയിൽ കുറേ ഓടകളുണ്ടായിരുന്നു. ഓട അറിയാലോ, ബാമ്പു അല്ല ഓട, അത് കുറേ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മഴക്കാലത്ത് വലിയ മഴയൊക്കെ ആണെങ്കിലും വെള്ളം ഇങ്ങനെ ഒഴുക്ക് തടയാൻ കഴിവുണ്ടായിരുന്നു ഈ ഓട തട്ടി. ഇപ്പോൾ ഓടകളെല്ലാം നഷ്ടപ്പെട്ടു, പുഴയിലെ ഓടകളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഓട നഷ്ടപ്പെട്ടപ്പോൾ വെള്ളത്തിന് മേലെ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് അതേപോലെ പോവാ താഴേക്ക്. എവിടെയും വെള്ളം തടയുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ മണ്ണൊലിപ്പ് കൂടുതൽ വരുന്നത്. കിടപ്പാടവും കൃഷിയിടവും ജീവൻ പോലും നഷ്ടമാവുന്ന ഹൃദഭേദകമായ കാഴ്ചകൾ, വാർത്തകൾ നിത്യേന നാം കാണുന്നു. നദീതടങ്ങളിലെ ആവാസവ്യവസ്ഥ പതിയെ തകർന്നടിയുന്നതിന് നാം ഇന്ന് മൂകസാക്ഷികളാകുന്നു. അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ പ്രജനനത്തിന് വേണ്ടി ഈ റൂട്ട് സിസ്റ്റം, ഈ ഓട നമ്മൾ പുഴയോരത്ത് അടുത്തിൻ്റെ പുഴയിലെ റൂട്ട് സിസ്റ്റത്തിലാണ് സ്റ്റിൽ വാട്ടർ വേണം. അതാണ് നമ്മൾ മഴക്കാലമാകുമ്പോൾ വെള്ളം കയറുമ്പം മീൻ മേലോട്ട് കയറുന്ന മുട്ടയിടാൻ വേണ്ടി ഈ സ്പോണിങ് ഏരിയ. അതുപോലെ തന്നെ മൈഗ്രേറ്ററി സ്പീഡിൻ്റെ സ്റ്റോപ്പ് ഓവർ സൈറ്റ്സ് ആണ്. നദീതടങ്ങളിലുള്ള വൃക്ഷലത സസ്യാദികളുടെ സ്വാഭാവികമായ ആവാസവ്യവസ്ഥ സംരക്ഷിക്കുക. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പുനർനിർമ്മാണം നമ്മൾ തുടങ്ങിവെക്കുക. പ്രകൃതി അതിനു കാവലായുണ്ടാവും, കാലം അതിനു കൂട്ടായുമുണ്ടാവും. ഓരോ പഞ്ചായത്തുകൾക്കും അതിനുള്ള ഫണ്ട് വെക്കാനുള്ള നിയമമുണ്ട്. ബയോഡൈവേഴ്സിറ്റി ബോർഡ് തന്നെ പറയുന്നുണ്ട് മൊത്ത ഫണ്ടിൻ്റെ, അതായത് അവരുടെ പദ്ധതി ഫണ്ടിൻ്റെ 2% ഇതിനായിട്ട് മാറ്റി വെക്കണമെന്നാണ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പറഞ്ഞത്. ഞാൻ വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ കൺവീനർ കൂടിയാണ്. പക്ഷെ ഒരു പഞ്ചായത്തും അങ്ങനെ ഫണ്ട് വെക്കുന്നില്ല. നദികളെ അവയുടെ തനിമയോടെ ഒഴുകാൻ അനുവദിക്കുക എന്ന തിരിച്ചറിവ് ഇന്നിൻ്റേതല്ല, മറിച്ച് കാലാകാലങ്ങളായുള്ളതാണ്. അത് പൂർണ്ണതയോടെ നിറവേറ്റുക ഇന്നു തുടങ്ങി, ഇനി എന്നേക്കും.